ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനിപ്പോൾ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് എനിക്ക് ഇന്നൊരു ന്യൂസ് കിട്ടിയത്. ഇന്നും നാളെ നമ്മുടെ ജോലി സസ്പെൻഡ് നമ്മുടെ നിർത്തി വച്ചേക്കുവാണ്. അതെന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. ഞാൻ പിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ മാനേജർ ആണെന്ന് നിങ്ങൾ വിചാരിക്കില്ല, അവിടുത്തെ പണി ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് ഞാൻ വരുവാണ്. പിന്നെ ഇത് ഞാൻ ഇടയ്ക്ക് മേടിച്ച് ഇപ്പോൾ കുറച്ചാൾ മുമ്പേ മേടിച്ച സ്പ്ലെൻഡറാണ്. ഇത് തന്നെ ഞാൻ EMI കൊടുത്താണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എൻ്റെ കയ്യിൽ എത്ര കാശുണ്ടെന്ന്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് എത്തി. പിന്നെ ഹെൽമെറ്റ് ഇടുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ CC ക്യാമറ ഒക്കെ ഉണ്ട്, അതെല്ലാം പിടിച്ചെടുത്ത് എനിക്ക് ഫൈൻ തരും. ഈ കാറ് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെയാണ്. അവനിപ്പം കുറച്ചാളുകൊണ്ട് എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്യട്ടോ ഞാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ജസ്റ്റ് ഒന്ന് കുളിക്കണം. വേണ്ട, കുളിച്ചാൽ പിന്നെ നമുക്കിപ്പോൾ ജസ്റ്റ് പോയി വർക്കൗട്ട് ചെയ്യണ്ട. ജസ്റ്റ് കുറച്ച് നേരം TV കാണാം ഫ്രണ്ട്സ്. അതാണ് നല്ല ബുദ്ധി, കുറച്ച് TV കാണാം. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്: ഇന്ത്യൻ ബൈക്ക് 3D നാട്ടിൽ ഒരു വലിയ റേസ് നടക്കുന്നു. ആ റേസ് പിന്നെ വേറൊന്നും കൊണ്ടല്ല, സൈക്കിൾ കൊണ്ട് തന്നെ. സൈക്കിളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ പോയി സൈക്കിൾ മേടിക്കൂ. എന്നിട്ട് ഈ മെഗാ റാമ്പിൻ്റെ അടിയിൽ വന്നോളൂ. അവിടെയാണ് റേസ് നടക്കുന്നത്. റേസിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് 1 കോടി രൂപയാണ് സമ്മാനം. സോ എല്ലാവരും വീട്ടിൽ ചുമ്മാതിരിക്കാതെ ഓടി വന്നോളൂ. ഇപ്പം കേട്ടത് സത്യമാണോ? 1 കോടി രൂപ അത് സൈക്കിൾ റേസിലാണ്. ഇത് കൊള്ളാലോ, 1 കോടി രൂപ. എനിക്കും അത്യാവശ്യമായത്, കാരണം എനിക്ക് പുതിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. എനിക്ക് വേഗം തന്നെ പോയി 1 രൂപ കൊടുത്ത്. 1 രൂപയല്ല, എൻ്റെ കയ്യിലിപ്പോൾ സൈക്കിൾ ഞാനൊന്ന് നോക്കാം. എൻ്റെ കയ്യിലിപ്പോൾ സൈക്കിൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാരിപ്പോൾ വിളിക്കുന്നത്. ഹലോ സുഗുണ, പറ എന്താ? നീ മറ്റേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലേ മറ്റേ സൈക്കിൾ റേസിൽ? അയ്യോ, അതിനാണ് ഞാനും ആലോചിക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ ഒരു സ്പ്ലെൻഡറേ ഉള്ളൂ, അതാണെങ്കിൽ സൈക്കിൾ റേസ്. അതാണ് ഞാനും ആലോചിക്കുന്നത്. നീ സ്പ്ലെൻഡർ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. അല്ല, പറ്റത്തില്ലെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനെന്തോ ചെയ്യും ഇപ്പോൾ? നിൻ്റെ കയ്യിൽ നമ്മൾ കുട്ടിക്കാലത്ത് സൈക്കിൾ ചവിട്ടി നടത്തില്ല. അയ്യോ, ഞാനില്ലായിരുന്നു. ഞാനപ്പോൾ ഇപ്പോഴാണല്ലോ ഈ നാട്ടിൽ വന്നത്. നീ പണ്ട് കുട്ടിക്കാലത്ത് സൈക്കിൾ ചവിട്ടി നടക്കത്തില്ലായിരുന്നോ? അത് ശരിയാ. ആ പഴയ സൈക്കിൾ നിൻ്റെ വീട്ടിൻ്റെ ബാക്കിയില്ലേ? അയ്യോ, അത് ശരിയാ. താങ്ക്സ് ഡാ. ശരി, വിൻ ചെയ്യണേ. ശരി, വിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓൾ ദ ബെസ്റ്റ് ഡാ. ശരി. ഗൈസ്, എൻ്റെ ഒരു പഴയ സൈക്കിൾ ഈ വീട്ടിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. അതിപ്പോഴും അതേപോലെ ഉണ്ട്. എൻ്റെ ചെയിനിന് കുറച്ച് പ്രശ്നമുണ്ട്. ചവിട്ടാനൊക്കെ ഇച്ചിരി നല്ല പാടുണ്ടല്ലോ ഡേ. നമുക്ക് കുറച്ച് കടയിൽ പോയിട്ട്, സൈക്കിൾ ഷോപ്പിൽ പോയിട്ട് കുറച്ച് ഗ്രീസൊക്കെ ഇടാം. ഇവിടെ ഒരു സൈക്കിൾ റിപ്പയർ സെൻ്റർ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് ഗ്രീസൊക്കെ ഇട്ട് സെറ്റാക്കാം. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട്. അന്നൊക്കെ ഞാൻ ഈ സൈക്കിൾ വെച്ചിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പണിക്ക് പോകുന്ന സ്പ്ലെൻഡറിലാണ്. നമുക്കപ്പോൾ ഈ സൈക്കിൾ കൊണ്ട് റിപ്പയർ ചെയ്യാം. അതിൻ്റെ ചെയിനിൽ കുറച്ച് ഗ്രീസൊക്കെ ഇട്ട് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റിപ്പയർ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഗ്രീസ് മേടിച്ചിട്ട് വരാം. നമുക്കിത് ഗ്രോസറി ഷോപ്പാണ്. റിപ്പയർ സെൻറ്റർ ഇന്ന് അവധിയാണ്, നമുക്ക് മേടിക്കാം ഗ്രീസ്. ഗൈസ്, ഇനിയൊന്നും വേണ്ട, ഞാനിപ്പോൾ ഗ്രീസൊക്കെ ഇട്ട് സെറ്റായി. ഇനി എൻ്റെ സൈക്കിൾ പറ്റിയ പഴയ ജോഷൊക്കെ എടുത്ത് എൻ്റെ പോലെ ഇപ്പം തന്നെ നന്നായിട്ട് പെഡലിംഗ് ഒക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യും. നല്ല വേഗത. ഇപ്പോൾ ഇവിടുത്തെ ലംബോർഗിനിയെക്കാട്ടി സ്പീഡായ എൻ്റെ സൈക്കിളിന് ഇത് സ്പ്ലെൻഡറിനെക്കാട്ടി സ്പീഡുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് എവിടെയാണ്? ഇവിടെ ഈ മെഗാ റാമ്പാണ് ഈ സിറ്റിയിൽ ഏറ്റവും വലിയ റാമ്പ്. ഇപ്പോൾ ഇന്ത്യൻ ബൈക്ക് സ്പീഡ് ഭയങ്കര ഡെവലപ്പ് ആവുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ ബൈക്ക് സ്പീഡിൻ്റെ മേയറൊക്കെ പറയുന്നത് ഇപ്പോൾ ഇവിടെ കോമ്പറ്റീഷനൊക്കെ നടത്തുന്നതാണ്. ഇവിടെ പല സൈക്കിളുകളുണ്ട് കേട്ടേ. അപ്പോൾ ഇവിടുത്തെ എങ്ങനെ റേസൊക്കെ ആരാ നോക്കുന്നത്? റേസിൻ്റെ കൺസ്ട്രക്ടറൊക്കെ ആരാ? ഇവിടെ ആരാണ്ട് ഇപ്പോൾ വിളിക്കുന്നത്. ഹലോ ആരാണ് സംസാരിക്കുന്നത്? ഹലോ സാർ, ഞാനാണ് ബാബു. ആരാ നിങ്ങൾ? ഞാനാണ്. നിങ്ങളിപ്പോൾ മെഗാറാമ്പിൻ്റെ അടിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ CC ക്യാമറയുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് വിളിക്കുന്നത്. അയ്യോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാബു? ഇല്ല. നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ സൈക്കിൾ റേസിൽ? തീർച്ചയായും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്താ കുഴപ്പമല്ലോ ഉണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന, നിങ്ങളവിടെ ലിസ്റ്റ് കൊടുത്തിട്ട് നാളെ വന്നേ. നെയിം ലിസ്റ്റ് കൊടുത്തിട്ട് നാളെ വാ. നാളെയാ റേസ്. ശരി ബാബു. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വരാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റേസിനായിട്ട് സൈക്കിളൊക്കെ ബൂസ്റ്ററൊന്നും ചേർത്ത് അവർ നമ്മളെ ഇത് ചെയ്യും. അപ്പോൾ നമുക്ക് സൈക്കിൾ ഏകദേശം ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം ഫ്രണ്ട്സ്. അതാണ് നല്ല ബുദ്ധി.
ഓക്കെ ഗൈസ്, അപ്പം അടുത്ത ദിവസമായിട്ടുണ്ട്. നമുക്കിന്ന് റേസുള്ള ദിവസമാണ്. എൻ്റെ സ്പ്ലെൻഡർ എടുത്തുകൊണ്ട് ഞാൻ പറന്ന് വന്ന് എൻ്റെ പിന്നെ ഇതായിട്ട് ഡിഫൻഡത് അറിയത്തില്ല. നമുക്കപ്പോൾ സ്പ്ലെൻഡർ ഇവിടെ നിർത്താം. പിന്നെ എൻ്റെ സ്പ്ലെൻഡറിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത്, കാരണം ഇന്നലെ എനിക്ക് പണിക്ക് പോയിട്ട് നല്ല കാശ് കിട്ടി. ആ സൈക്കിളൊക്കെ ഇവിടെ സുരക്ഷിതമായിട്ടുണ്ട്. ഇത് പിന്നെ ഒരു പ്രൈവറ്റ് റേസ് അല്ല. അയ്യോ ഓക്കെ ഗൈസ്, എൻ്റെ തലയൊന്ന് ഇടിച്ച് വീണ്, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഇപ്പോൾ സൈക്കിൾസും സഫളായി. അപ്പോൾ എൻ്റെ സൈക്കിൾ എന്ത് ചെയ്യടേ? ഇതാണോ എൻ്റെ സൈക്കിള്? ഗൈസ് എൻ്റെ സൈക്കിൾ ഇങ്ങനെ പുറത്ത് പോയേ. ഗൈസ് എൻ്റെ സൈക്കിൾ, എൻ്റെ തല നന്നായിട്ടൊന്ന് ഇടിച്ച്. എൻ്റെ പൊന്നെ ഇപ്പോഴാണ് ഇടിക്കുന്നത്. ഞാൻ ആ സൈക്കിളിൽ കയറുന്നതിൻ്റെ ഉല്ലാസത്തിൽ എൻ്റെ സൈക്കിള് കാണാനില്ലല്ലോടെ. അയ്യോ എൻ്റെ അമ്മച്ചി, എൻ്റെ സൈക്കിൾ ഇനി തപ്പണം. കിട്ടി എൻ്റെ സൈക്കിൾ. ഇതാതെ ഇവിടെ കൊണ്ടുവച്ചേ. ഇതാതെ ഇപ്പോൾ വിളിക്കുന്നേ. ഹലോ ഫ്രാങ്ക്ലിൻ, ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു സിൻസിയറിറ്റി ഉണ്ടോ? ഇത് റേസാന്ന് പറഞ്ഞിട്ട് തലയടിച്ച് വീണ് ഇപ്പോൾ സൈക്കിളും കൊണ്ട് കളഞ്ഞ. റേസിൻ്റെ സമയം പോയി, നിങ്ങൾ വേഗം വന്നോ. അയ്യോ ശരി, ഇവിടത്തൊക്കെ സംസാരിച്ച് നിങ്ങൾ അയ്യോ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത് ലൈക്ക് ചെയ്യാതാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റേസ് സ്റ്റാർട്ട് ആവാതായെന്നാണ് പറയുന്നത്. അപ്പോൾ റേസ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഫ്രണ്ട്സ്. 3, 2, 1. ഓക്കെ, ഇതാണ് ഞാനാണ് പങ്കുവാണ് ഞാൻ. അപ്പോൾ ആദ്യം തന്നെ ഞാനാണ്. ഇത് 1 man ആണ്. അപ്പോൾ ആരാണ് ഏറ്റവും സ്പീഡ് ടോപ്പ് എത്തുന്നത് അവൾ ജയിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന. അയ്യോ നോക്കി വണ്ടി ഓടിക്കടോ. അയ്യോ നമുക്ക് 3 ലൈഫേ ഉള്ളൂ. ഇപ്പോൾ ഒരു ലൈഫ് കുറഞ്ഞു. വെരി ബാഡ്. കൈഷ് നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട്. അയ്യോ ഇനി ഒരു ലൈഫേ നമുക്കുള്ളൂ. ദിസ് ഇസ് വെരി ബാഡ്. സോ ലെറ്റ്സ് ട്രൈ ലൈക്ക് സം നൈസ്ലി. ഇനി നമുക്ക് ജയിക്കാൻ ഇതൊന്ന് ചുറ്റി വന്നാൽ മതി. നമ്മളിനി അതിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ ജയിക്കും. സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഞാൻ തോറ്റേ. ഓക്കെ, അടുത്തത് ഞാനാണ് ബാബുമോൻ. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെഗാ റാമ്പ് IBD 3D സെൻട്രൽ മെഗാ റാമിൻ്റെ അടുത്ത് ഒരു തവണ ചുറ്റി വരണം. അതുകൊണ്ട് നമുക്ക് 3 ലൈഫുണ്ട്. എവിടെയെങ്കിലും ഇടിച്ചാൽ ലൈഫ് കുറയും. അയ്യോ ഒരു ലൈഫ് പോയി. നോക്കി വണ്ടി ഓടിക്കടോ. അയ്യോ ഇനി എനിക്ക് ഫൈനും കൊടുക്കണം. അയ്യോ ഇടിച്ചാൽ പ്രശ്നമാണ്. കാരണം നമുക്ക് സൂക്ഷിച്ചു ഓടിക്കണം. ഞാൻ പിന്നെ ഇവിടുത്തെ ഗാങ്സ്റ്ററാണ്. ഇടിക്കരുത്. എൻ്റെ സൈക്കിൾ പിന്നെ ഭയങ്കര പവർഫുള്ളാണ്. ലോ ഞാൻ ചത്തേ. അയ്യോ തറ വീണ ഔട്ടാവും. ഇനിയിപ്പോൾ ഞാനാണോ? അപ്പോൾ ഇനി സുരക്ഷിച്ച് പോകണം. അയ്യോ പെടൽ വർക്കാവുന്നില്ല. അയ്യോ തിരിക്കുന്ന സാധനം വർക്കാവുന്നില്ല. അയ്യോ ഭാഗ്യം, നമുക്കൊരു ലൈഫ് പോയി. ഇതിപ്പോൾ ആദ്യം തന്നെ വല്ലാത്തൊരു മുഹൂർത്തമായിട്ടാണ് തുടങ്ങിയത്. ഇനി സൂക്ഷിച്ച് പോകണം. സൂക്ഷിച്ചല്ലാതെ പോയാൽ പ്രശ്നമാണ്. അയ്യോ ഭാഗ്യം, ഞാൻ ഇറങ്ങി. ഇനി ഞാൻ ഔട്ടായി. ഗൈസ് ഇനിയാണ് ഞാൻ. എനിക്ക് ആ ഫ്രാങ്ക്ലിനെ തോൽപ്പിച്ചേ പറ്റൂ. അവൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള എനിമിയാണ്. ഇത് ഞാനാണിപ്പോൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗാങ്സ്റ്റർ. തോൽപ്പിച്ചേ പറ്റൂ. എൻ്റെ സൈക്കിൾ കണ്ടില്ലേ? നല്ല സ്പീഡിൽ പോക, തട്ടുക കൂടാതെ. ഒരു ലൈഫ് കുറഞ്ഞാലും കുഴപ്പമില്ല. അയ്യോ ഒരു ലൈഫ് കുറഞ്ഞ് എൻ്റെയും കാലൊടിഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. ഇനി നല്ല സ്പീഡ് ചവിട്ടി വിടണം. അയ്യോ മാതടാ. സോറി ചേട്ടാ, കത്തിച്ച് വിട്ടാം. നമുക്ക് കത്തിച്ച് വിട്ടാലേ ഇനി ജയിക്കാൻ പറ്റൂ. സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരും. വെരി വെൽ ഡൺ. അപ്പം നമ്മൾ നേരെ പോകണം. മാതങ്ങോട്ട്. വെൽ ഡൺ. അയ്യോ ഇനി നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. സൂക്ഷിച്ച് ചെയ്യണം. നമ്മൾ റാമ്പിൽ അവിടെ എത്തി ആ റാമ്പിൻ്റെ ഊട്ടയിൽ കയറണം. ദാറ്റ് ഈസ് അവർ മിഷൻ വിത്ത് സൈക്കിൾ. നടന്നു ചെന്നാൽ അവർ ഔട്ടാക്കും. സോ നമുക്ക് പറപ്പിച്ച് വിടാം. ഇടിക്കരുത്. യെസ് എനിക്ക് റാമ്പ് കാണാം. ഞാൻ ജയിക്കും. അയ്യോ അവൻ ജയിച്ചാൽ പ്രശ്നമോ? പോടാ ഫ്രാങ്ക്ലിനെ, ഞാൻ ജയിച്ച്. അയ്യോ ബ്രേക്ക് കിട്ടിയില്ല.
ഗൈസ് ഇതിപ്പോൾ എല്ലാവരും പോയി ഇനി ഞാനേ ഉള്ളൂ. എൻ്റെ പൊന്നെ ഇത് ഇച്ചിരി ഡേഞ്ചർ പിടിച്ചാണ്. കാരണം അവിടെ ട്രാപ്സ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. എൻ്റെ സൈക്കിളിന് എന്താ ഇപ്പം ഓക്കെ സൈക്കിളിൽ കയറി എൻ്റെ സൈക്കിളിൻ്റെ പെഡൽ ഇച്ചിരി ലൂസായിരുന്നു. അതും ടൈറ്റാക്കി. എനിക്ക് പേടിയുണ്ട്. പഴയ സൈക്കിളാണ്. അവൻ എൻ്റെ എനിമിയായിരുന്നു. അവിടെ വന്ന മുടിക്കാരൻ ഗാങ്സ്റ്റർ അവൻ്റെ എൻ്റെ ബ്രദറായ CJ ആണ്. ഞാൻ ഫ്രാങ്ക്ലിൻ. GTA 5 ഫ്രാങ്ക്ലിൻ എൻ്റെ അനിയനാണ്. അത് വേറെ കാര്യം. ഇടിക്കാതെ പോകണം. ഒരു സ്ഥലത്ത് ഇടിക്കല്. ഭയങ്കര നന്നായിട്ട് പോകണം. ഈ സ്ഥലം ഫുള്ള് ഒരു കുറേ ബിൽഡിംഗ് ഉണ്ട്. അത് ഫുള്ള് ചുറ്റിയാണ് നമ്മൾ പോകേണ്ടത്. സോ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇടിക്കല്ലേ. നമ്മൾ റോഡിൽ നിന്ന് വിട്ടുപോയാലും നമുക്ക് മാർക്ക് പോവും. അയ്യോ ഇവിടെയൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാരുടെ സൈക്കിളൊക്കെ കിടക്കുന്നത്. ഇത് എൻ്റെ സ്ക്വിഡ് ഗെയിം പോലെ ആയിപ്പോയി. അയ്യോ ഇടിക്കല്ലേ. ഭാഗ്യം എൻ്റെ പോലെ അയ്യോ പോടോ. അയ്യോ ഗൈസ് നമ്മുടെ ഒരു ലൈഫ് കുറഞ്ഞു. ഇനി ചിലപ്പോൾ നമ്മൾ മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ നമ്മൾ റാമ്പിൻ്റെ അടുത്ത് പോകും. എനിക്ക് റാമ്പ് കാണാം. ഓ യെസ് ഐ ക്യാൻ സി. ഓ അയ്യോ നമുക്കിനി ഒരു ലൈഫേ ഉള്ളൂ. ഓ മൈ ഗോഡ് ഇനി എനിക്ക് ചിലപ്പോൾ ജയിക്കാൻ പറ്റത്തില്ല. നമുക്ക് കത്തിച്ച് വിടണം. നമുക്ക് ടോപ്പ് സ്പീഡാണ് നോക്കേണ്ടത് ഇവിടെ. അയ്യോ യെസ് എനിക്ക് കാണാൻ പറ്റും. അയ്യോ ഇവിടെ ട്രാപ്പ് എണ്ണയുണ്ടായിരുന്നു ഇവിടെ. എൻ്റെ സൈക്കിൾ എത്തിക്കണം. യെസ് ഗൈസ് എൻ്റെ സൈക്കിളും ഞാനും അതിൻ്റെ അകത്ത് വീണു. ഞാൻ തവയെ വീണെങ്കിലും കുഴപ്പമില്ല. യെസ് ഞാൻ ജയിച്ച്. ഓ മൈ ഗോഡ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കും. അത് ഈ റാമ്പിൻ്റെ മേളിലാണെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ ഇവിടൊക്കെ ഇപ്പോഴും റാപ്പുണ്ട്. അത് അവർ മാറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പൈസ എവിടെയാണ്? ഓ ഇതിൻ്റെ മേളിലാണോ? എനിക്ക് തോന്നി ഇതിൻ്റെ മേളിലാണെന്നാണ്. എൻ്റെ പൊന്നെ ഇത് കവാസാക്കി നിഞ്ചയാണ്. ഓ ഇനി ഇത് എൻ്റെ സ്വന്തം. വാവ് ഇനി എനിക്ക് സ്റ്റൈൽ ടിപ്പ് ടോപ്പ് ആകാം. ഇതാണെങ്കിൽ നല്ല വില കൂടിയ ബൈക്കാണ്. നോക്ക് ഹായ് നിൻ്റെ കയ്യിൽ ഈ ബൈക്കോ? അതെ എൻ്റെ തന്നെ ഈ ബൈക്ക് ഒന്ന് നോക്കിക്കോളൂ. യെസ് ഗൈസ് അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്താലേ എനിക്കിനി അടുത്തടുത്ത വീഡിയോസിൽ എനിക്ക് ഇതേപോലത്തെ ബൈക്കൊക്കെ മേടിക്കാൻ പറ്റും. എൻ്റെ പൊന്നെ ഇതിന് ഒട്ടും ബ്രേക്കില്ല ഗൈസ്. ചേച്ചി നോക്കിയേ എൻ്റെ കയ്യിൽ എന്തിനത്തെ ബൈക്കാന്ന് നോക്കിയേ. മോനെ സൂപ്പർ. ഈ ചേച്ചി എന്താ വിളിക്കുന്നല്ലോ. എന്താ ചേച്ചി? മോനെ നീ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് സ്ട്രീയുടെ പുതിയ സിറ്റിയുടെ ഇനാഗുറേഷന് വരണേ. ശരി ചേച്ചി വരാം. ശരി ചേച്ചി എന്നാ ഇനാഗുറേഷൻ? നാളെയാണ് മോനെ. നാളെ ഓക്കെ നാളെ എത്ര മണിക്കാണ്? 6 മണി 5 മണിയൊക്കെ ആവും മോനെ. ഇന്ത്യൻ ബൈക്ക് സിറ്റിയുടെ ന്യൂസിലാൻഡിൻ്റെ ഇനാഗുറേഷൻ ഇല്ലേ ചേച്ചി? അതേ മോനെ വരണേ. ഓക്കെ ഗൈസ് അപ്പം നാളെ നമ്മുടെ ഇന്ത്യൻ ബൈക്സ് 3D IBD 3D ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയുടെ പുതിയ സിറ്റിയുടെ ലോഞ്ചാണ്. അപ്പോൾ നമ്മുടെ GTA 5 ആൾക്കാർക്കൊക്കെ നമ്മളത് വല്ലാതൊരു ഇതല്ലേ വല്ലായ്മ. അപ്പം നമുക്കതൊക്കെ മാറ്റാനുള്ളത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ നമുക്ക് കവാസാക്കി എടുത്തുകൊണ്ട് നാളെ പോവാം. ഇനി എനിക്ക് ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഒരു ഡിഫൻഡർ എൻ്റെ കൂട്ടുകാരൻ്റെയാണ്. അവൻ മേളിൽ കിടന്ന് വർക്കൗട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. താങ്ക് യു.